Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ ഡെയിലി MCQs കണ്ടിന്യൂ ചെയ്യാണ്. സോ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ MCQs 10 മൊഡ്യൂളിൻ്റെയും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് കേരള PSCയുടെ. സോ നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 2 ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് ക്രാഷ് ബാച്ചും രണ്ടാമത് MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ആ ഒരു ബാച്ചും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്ന കോമേഴ്സ് ബേസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question number 11. Personal selling is the most expensive promotion tool per contact. It is highly effective in the purchase stage of the buying process. Personal selling is a one-way communication tool. 1 and 2, 2 and 3, only 1, all are correct. നോക്കാം നമുക്ക്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താ, 1-to-1 കമ്മ്യൂണിക്കേഷൻ ആണ്. പലപ്പോഴും ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് വിൽക്കലാണെങ്കിൽ, ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറുകൾ വിൽക്കലാണെങ്കിൽ അവിടെ പേഴ്സണൽ സെല്ലിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്രൊമോഷൻ ടൂൾ പെർ കോൺടാക്ട്. കറക്റ്റാണ്. ഒരാളെ കണക്ട് ചെയ്യാൻ പോകണമെങ്കിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു, അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, കുറേ നേരം സംസാരിക്കുന്നു, അത്രത്തോളം ടൈം പോകും എന്നുള്ളതാണ്. എന്നിട്ട് അത് ശരിയാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത്രത്തോളം കാശ് പോയി. അപ്പോൾ എക്സ്പെൻസീവ് പ്രൊമോഷൻ ടൂളാണ് പെർ കോൺടാക്ട്. അതുകൊണ്ടാണ് പെർ കോൺടാക്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഹൈലി ഇഫക്റ്റീവ് ഇൻ ദ പർച്ചേസ് സ്റ്റേജ് ഓഫ് ദ ബൈങ് പ്രോസസ്. അത് കറക്റ്റാണ്. പർച്ചേസ് സ്റ്റേജിൽ നമുക്കിനി നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, സെയിൽ ക്ലോസ് ചെയ്താൽ മതി. ആ ഒരു സ്റ്റേജിൽ പേഴ്സണൽ സെല്ലിംഗ് ഏറ്റവും ഇഫക്റ്റീവാണ്. പരിപാടി കഴിഞ്ഞല്ലോ. കറക്റ്റാണ്. ദെൻ പേഴ്സണൽ സെല്ലിംഗ് ഈസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ ടൂൾ. അത് തെറ്റല്ലേ? 2-വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഫേസ് ടു ഫേസ് നമ്മൾ പലപ്പോഴും അല്ലേ 2-വേ ആണ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12 റിലേറ്റഡ് വിത്ത് സെയിൽസ് പ്രൊമോഷൻ ആണ്. സെയിൽസ് പ്രൊമോഷൻസ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്സ് ടു എൻകറേജ് ദ പർച്ചേസ് ഓഫ് എ പ്രൊഡക്റ്റ്. Coupons, premiums, and contests are examples of consumer-oriented sales promotions. The long-term effect of frequent sales promotions is always an increase in brand loyalty. 1 and 2, 1 and 3, 1 and 2, all are correct. നോക്കാം നമുക്ക്. Sales promotions provide short-term incentives to encourage the purchase of a product. കറക്റ്റ് അല്ലേ? സെയിൽസ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത് എന്താ, ഷോർട്ട് ടൈമിൽ നമ്മൾ കൺസ്യൂമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയാം. അത് കൂപ്പൺസ് ആവട്ടെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് ആവട്ടെ, കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടാവട്ടെ ഒക്കെ. അപ്പോൾ കറക്റ്റാണ്, ഷോർട്ട് ടൈമിൽ ഉള്ളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ദെൻ കൂപ്പൺസ്, പ്രീമിയംസ് ആൻഡ് കോൺടെസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് കൺസ്യൂമർ ഓറിയൻറ്റഡ് സെയിൽസ് പ്രൊമോഷൻ. കറക്റ്റാണ്. കൺസ്യൂമേഴ്സിനെ ആൻഡ് കസ്റ്റമേഴ്സിനെ എന്താണ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്നതൊക്കെ അല്ലേ. Then the long-term effect of frequent sales promotions is always an increase in brand loyalty. അത് തെറ്റാണ്. എപ്പോഴും ഫ്രീക്വൻ്റ്ലി നമ്മൾ സെയിൽസ് പ്രൊമോഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ, ഏത് സമയവും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക, നമ്മുടെ ബ്രാൻഡ് ലോയൽറ്റീനെ ശരിക്കും പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യുക, കുറയാണ് ചെയ്യുക ബ്രാൻഡ് ലോയൽറ്റി അല്ലേ. നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് കട കാലിയാക്കൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വർഷം മുഴുവൻ കട കാലിയാക്കലാണ് പരസ്യം. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക നെഗറ്റീവായിട്ട്. ഇവിടെ ബ്രാൻഡ് ലോയൽറ്റി കൂടുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെറ്റാണ് എപ്പോഴും നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു
Question number 13. Public relation പറ്റിയിട്ടാണ്. PR is more believable, credible to consumers than advertising. PR is a paid form of communication where the company pays for the specific media space used. Publicity is a tool used within public relation. Now option 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്പർ 1, PR is more believable, credible to consumers than advertising. കറക്റ്റാണ്. അഡ്വർടൈസിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ PR ആൾക്കാർ കുറച്ചും കൂടി വിശ്വസിക്കുന്നുള്ളതാണ്. അതാണ് PR പ്രത്യേകത അല്ലേ. ദെൻ PR is a paid form of communication where the company pays for specific media space used. അത് തെറ്റാണ്. അത് അഡ്വർടൈസിങ് ആണ്, പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു പേപ്പറിൻ്റെ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ ഒരു ന്യൂസ് എന്നൊക്കെ പറയേണ്ടത് എന്താ, അഡ്വർടൈസിങ് ആ. PR എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസ് ജേർണലിസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആൾക്കാരിലോട്ട് എത്തിക്കുന്ന ഒരു ന്യൂസ് പോലെയൊക്കെ എത്തിക്കുന്ന പരിപാടിയാണ് PR എന്ന് പറയുന്നത് അല്ലേ. മറ്റേത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റോ കൊടുക്കുന്നതാണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞത് രണ്ടാമത്, PR-ൻ്റെ അല്ല. ദെൻ നമ്പർ 3, പബ്ലിസിറ്റി ഈസ് എ ടൂൾ യൂസ്ഡ് വിത്തിൻ പബ്ലിക് റിലേഷൻ. കറക്റ്റാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ബ്രോഡായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടെക്നിക്കിലെ ഒന്നാണ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ആൾക്കാരെ അട്രാക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി. പബ്ലിക് റിലേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. കറക്റ്റാണ്. അപ്പോൾ 1ഉം 3 കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ C ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം. The core product represents the physical features and quality level of the item. The augmented product includes non-physical parts like warranty and after-sale service. The actual product is the benefit or service the consumer is really buying. Only 2, 1 and 3, 1 and 2 all are correct. നമുക്ക് നോക്കാം. നമ്പർ 1, the core product represents the physical features and quality level of the item. തെറ്റല്ലേ. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റി ലെവൽ എന്ന് പറയുന്നത് അതിനെയാണ് ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആക്ച്വൽ ബെനഫിറ്റിനെയാണ് കോർ പ്രൊഡക്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആക്ച്വൽ പ്രൊഡക്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ലെവൽ ഓഫ് ഐറ്റം. ഇപ്പോൾ ഒരു ഷർട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഷർട്ട് ഫിസിക്കൽ ഫീച്ചറിൽ വരുന്നതിന് നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാം. ധരിക്കുക, നാണം മറയ്ക്കുക, അതാണ് നമ്മുടെ കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, കോർ ബെനഫിറ്റ്. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്, ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് നോൺ ഫിസിക്കൽ പാർട്സ് ലൈക്ക് വാറണ്ടി ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. കറക്റ്റാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന സർവീസസിനെയൊക്കെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. നമ്പർ 3, ദ ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ദ ബെനഫിറ്റ് ഓർ സർവീസ് ദ കൺസ്യൂമർ ഈസ് റിയലി ബൈയിങ്. തെറ്റല്ലേ. അതിനെയാണ് നമ്മൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറയാം. ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്വാളിറ്റിയാണ്. ദ ബെനഫിറ്റ് ഓർ സർവീസ് ദ കൺസ്യൂമർ ഈസ് റിയലി ബൈയിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ആൻസർ. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. റിലേറ്റഡ് വിത്ത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. ചോദ്യം ഇതാണ്. ഡിഫറൻഷ്യബിൾ മീൻസ് ദാറ്റ് segments respond differently to different marketing mix elements. Number 2, demographic segmentation includes variables like age, gender and income. Substantiality refers to the degree to which the segment can be reached and served. 1 and 2, 1 and 3, then 2 and 3 all are correct. സെഗ്മെൻറ്റേഷൻ്റെ ക്രൈറ്റീരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് മസ്ഡ എന്ന് പറയും. എന്തൊക്കെയാ? മെഷറബിലിറ്റി ആദ്യം നോക്കും, അതുപോലെ തന്നെ ആക്സസബിലിറ്റി രണ്ടാമത് നോക്കും അല്ലേ, പിന്നെ എന്താ സബ്സ്റ്റാൻഷ്യബിലിറ്റി രണ്ടാമത് S, D ഡിഫറൻഷ്യബിൾ, ആക്ഷനബിൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുക മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുമ്പോൾ. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് അതിലൊരെണ്ണമാണ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ? That means that segments respond differently to different marketing mix elements. ഓരോ മാർക്കറ്റിംഗ് മിക്സ് എലമെൻസിനും ഡിഫറെൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. നമ്മൾ എൻറ്റയർ മാർക്കറ്റിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവിടെ
ആ ഒരു ഡിഫറൻഷ്യബിലിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെസ്പോണ്ട് ഡിഫറൻഷ്യൽ ടു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റ്സ്, കറക്റ്റാണ്, അതിനാണ് ഡിഫറൻഷ്യബിൾ. ഇനി ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഇൻക്ലൂഡ്സ് variables like age, gender and income, കറക്റ്റാണ്. ഡിമോസ് മീൻസ് പീപ്പിൾ, ഗ്രാഫൈൻ മീൻസ് സ്റ്റഡി. ഡെമോഗ്രാഫിക് മീൻസ് വാട്ട്, സ്റ്റഡിങ് അബൌട്ട് ദ പീപ്പിൾ, ഏതൊക്കെ രീതിയിൽ, ഏജ് വൈസ്, ജെൻഡർ, ഇൻകം, കറക്റ്റാണ്. Then substantiability refers to the degree to which segment can be reached and served, അത് തെറ്റാണ്. അതിനെ ആക്സസബിലിറ്റി ആണ് ഈ മീനിങ് എന്ന് പറഞ്ഞത്. ഡിഗ്രി ടു വിച്ച് ദ സെഗ്മെന്റ് ക്യാൻ ബി റീച്ച്ഡ് ആൻഡ് സെർവ്ഡ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ആക്സസബിലിറ്റി. സബ്സ്റ്റാൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റ് എത്രത്തോളം വലുതാണ്, അതുപോലെ തന്നെ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, അതിനാണ് സബ്സ്റ്റാൻഷ്യലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സസബിലിറ്റിയുടെ മീനിങ് ആണ്, ഡിഗ്രി ടു വിച്ച് സെഗ്മെന്റ് ക്യാൻ ബി റീച്ച്ഡ് ആൻഡ് സെർവ്ഡ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക, ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പരമാവധി എല്ലാവരും MCQ പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഒരു എഡ്ജ് ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം, ക്രാഷ് ബാച്ച് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാനും സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ലാപ്പ് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.